നമസ്കാരം. CMRL-നുള്ള കരിമണൽ ഖനനാനുമതി റദ്ദാക്കിയത് മാസപ്പടി ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് ശേഷം. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഖനനാനുമതി റദ്ദാക്കിയത് 2023 ഡിസംബർ 18 എന്ന് തെളിയിക്കുന്ന നിർണായക രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കേന്ദ്ര നിയമപ്രകാരം CMRL-നുള്ള കരിമണൽ ഖനനാനുമതി 2019 തന്നെ റദ്ദാക്കേണ്ടതായിരുന്നു. എന്നാൽ ആ കരാർ റദ്ദാക്കാതെ 5 വർഷത്തോളമാണ് കരാർ തുടർന്നത് എന്നതാണ് റിപ്പോർട്ട്. പിന്നീട് CMRL-നുള്ള കരിമണൽ ഖനനാനുമതി റദ്ദാക്കിയത് മാസപ്പടി ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയം വിവാദമായതോടെയാണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിയായ മാസപ്പടി കേസിൽ നിർണായക തെളിവുമായി ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് മാത്യു കുഴൽനാടൻ MLA ആണ്. 2019 ഫെബ്രുവരി 20 അറ്റോമിക് മിനറൽസിന്റെ ഖനനം സ്വകാര്യ മേഖലയിൽ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. സ്വകാര്യ ഖനനാനുമതി എല്ലാ കരാറുകളും റദ്ദാക്കണമെന്ന് 2019 മാർച്ച് 19 കേന്ദ്രം ഉത്തരവിറക്കി. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട മാത്യു കുഴൽനാടന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെയാണ് ഖനനാനുമതി റദ്ദാക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ 2016 മുതൽ മകൾക്ക് മാസപ്പടി ലഭിച്ചിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണം കഴിഞ്ഞ ദിവസം കുഴൽനാടൻ ഉന്നയിച്ചിരുന്നു. പ്രത്യുപകാരമായി സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRL-ലെ സഹായിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇടപെട്ടു എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. സ്വകാര്യ കമ്പനികൾക്ക് ഖനനാനുമതി നൽകാൻ പാടില്ലെന്ന് കേന്ദ്രം ഉത്തരവിട്ടപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രി സംയുക്ത സംരംഭമുണ്ടാക്കി കരിമണൽ ഖനനം നടത്താനുള്ള വഴി തേടുകയാണെന്നാണ് കുഴൽനാടൻ വ്യക്തമാക്കിയത്. നൽകാത്ത സേവനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസിന് കരിമണൽ കമ്പനിയിൽ നിന്ന് പ്രതിഫലം കൈപ്പറ്റിയെന്നതായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ഇന്ത്യ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. പ്രത്യേക സേവനമൊന്നും നൽകാതെ എക്സാലോജിക്കിന് 1.72 കോടി രൂപ 3 വർഷത്തിനിടെ നൽകിയതായിരുന്നു എന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ ഇപ്പോൾ മാസപ്പടി ആരോപണം ശക്തമാകുകയാണ്. വീണയ്ക്ക് പ്രതിമാസം 8 ലക്ഷം രൂപയാണ് മാസപ്പടി ലഭിച്ചത് എന്നതായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം. അതേസമയം കേസ് അന്വേഷണം തുടരണമെന്നും അതിന് ആവശ്യമായ എല്ലാ തെളിവുകളും നൽകി കേസ് അന്വേഷണത്തോട് കൃത്യമായി സഹകരിക്കണമെന്നും കോടതി വീണ വിജയന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കരാർ 5 വർഷത്തോളം നീട്ടി നൽകിയെന്നുള്ള റിപ്പോർട്ട് കൂടെ പുറത്തുവരുന്നത്.